മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. മൂത്തേടം ഉച്ചക്കുളം കോളനിയിലെ സരോജിനിയാണ് മരിച്ചത്. ഡിഎഫ്ഒ വരാതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും അറിയിച്ചു. PV അൻവറും ആര്യാടൻ ഷൌക്കത്തും VS ജോയിയും സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. അവർക്ക് വനാവകാശ നിയമമുണ്ട്, ഒരു നിലക്കും ഇവരെ പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അവർക്ക് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന മൃഗങ്ങളുടെ ആക്രമണം നടന്നോട്ടെ. 10 മരിച്ച് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടിയും കട കൊടുത്തിട്ട് ഇവരിറങ്ങും. അപ്പം നിർബന്ധിതമായ സാഹചര്യം ഉണ്ടാക്കുക, ഭരണകൂട ഭീകരത ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ സമരം ചെയ്യും, കലക്ടർ വരണം എന്നൊക്കെ പറയണ്ട എല്ലാവരും. എന്താ കലക്ടർ വന്നിട്ട്? ഞാനിപ്പോൾ പറഞ്ഞു, ഇവിടെ ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഇതിന് വളരെ സാക്ഷിയാണ്. ഇവിടെ ഷൗക്കത്തയുടെ അപ്പട്ടി കാര്യ ഷൗക്കത്ത് ഇവിടെ ഉണ്ട്. ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളം മുഴുവൻ വനമേഖലയിൽ ഇത് കൊണ്ടുവരിക. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും ഇതിനൊരു നിയന്ത്രണം വേണം. ഞാനിപ്പോൾ പാർട്ടി ചേർന്ന് തൃണമൂലിനെ പോയി കണ്ടപ്പോൾ ഞാൻ ആകെ വെച്ച ഡിമാൻഡ് അതാ. 40 MP രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഇത് ഏറ്റെടുത്തെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. 972 തൊട്ട് കഴിഞ്ഞ 55 കൊല്ലമായി, 972 നമ്മളെ വനനിയമം വരുന്നത്. നിങ്ങൾ പത്രക്കാർ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതുവരെ നമുക്കിവിടെ വെടിയാക്കായിരുന്നു, നായാട്ടാക്കായിരുന്നു, എന്താ പറയുക, ഈ മലബാരത്തുള്ളതൊക്കെ മനുഷ്യരത് വേട്ടയാടി ഭക്ഷിച്ചൊക്കെയാണിത് നിയന്ത്രിച്ചിരുന്നത്. നിയമം എന്ന് ശക്തമായോ അന്നത് പെറ്റുപെരുകാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോകരാജ്യങ്ങളിലൊക്കെ ഇതിന് നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം കേന്ദ്രം ഏർപ്പെടുത്തണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ മനുഷ്യരിങ്ങനെ മരിച്ചു വീഴും. നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ളതാണ്. ഇവിടെ ആവാസ വ്യവസ്ഥിതി എന്ത് പറഞ്ഞാലും പറയും. ആ ആവാസ വ്യവസ്ഥയിലെ നമ്പർ 1 അതിൻ്റെ എന്താ പറയുക മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് മലബാരത്ത് ജീവിക്കുന്നവർക്ക് ഒരു എന്താ പറയുക ഒരു നിയന്ത്രണം, ഒരു സഹായമില്ല. ഇത് തുടരും. നിസ്സഹായരാണ് മനുഷ്യർ. ഇപ്പോൾ ഈ പ്രതിഷേധം ഉയർന്നപ്പോൾ ഇപ്പോൾ ഈ വന്ന ബില്ല് മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞത്. ഈ നിയമസഭയിൽ ഇല്ല. അത്രയെങ്കിലും ആയി നമുക്ക് പ്രതീക്ഷിക്കാം.